പ്രധാനമന്ത്രിയുടെ മതവിദ്വേഷ പ്രസംഗം SDPI പ്രതിഷേധ സംഘടിപ്പിച്ചു. തിരൂർ മതവിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക, ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രവും നീതിപൂർവമാക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SDPI സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. SDPI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. പ്രതിഷേധ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KC നസീർ മുഖ്യപ്രഭാഷണം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ തോൽവിക്ക് മുന്നിൽ കണ്ടു നടത്തിയതാണെന്നും രാജ്യത്ത് വർഗീയ വിദ്വേഷം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരണം നിലനിർത്താനാണ് BJP ശ്രമിക്കുന്നതെന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ഈ പ്രവണത തുടരുന്നത് ലജ്ജകരമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസ്സംഗത ജനാധിപത്യത്തിന്റെ ഭാവി അപകടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് രാജ്യത്തെ എത്തിക്കുകയെന്നും അത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ രാജ്യത്തെ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രത്യക്ഷ പ്രകടിപ്പിച്ചു. എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. 10 വർഷം ഇന്ത്യ പോലൊരു ബൃഹത്തായ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണം നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് ഒരു 5 വർഷം കൂടെ ഞങ്ങൾക്ക് അധികാരം തരണമെന്ന് പറയാൻ ത്രാണിയില്ലാത്ത, ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയും BJPയും RSSുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 370 രൂപക്ക് നമുക്കൊക്കെ കിട്ടിയിരുന്ന ഗ്യാസ് സിലിണ്ടർ 1150 എത്തിച്ച് പിന്നെ 150 രൂപ കുറച്ച് 1 കോടി ജനങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുത്തു എന്ന കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കി വോട്ട് ചോദിക്കാൻ ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രിക്ക് വർഗീയത പറയുകയല്ലാതെ രാജ്യത്തെ ജനങ്ങളെ മുസ്ലിം വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ട് ഹൈന്ദവ ജനസാമാന്യം മുഴുവൻ തങ്ങളെ പിന്തുണക്കുമെന്ന അബദ്ധധാരണയിൽ മുന്നോട്ട് പോവുകയില്ലാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മറ്റു മാർഗമില്ലാതായിരിക്കുന്നു. ഒന്നോർത്ത് നോക്കി, ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് എന്താണ് BJPയുടെ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നത്? വിദേശത്ത് ഇവിടെയുള്ള ആളുകൾ കൊണ്ടുപോയി നിക്ഷേപിച്ച കള്ളപ്പണമൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ ഇട്ടു തരുമെന്ന് പറഞ്ഞ ആ കള്ളൻ 10 വർഷത്തിനിടയ്ക്ക് എന്താണ് നമുക്ക് തന്നത്? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AK അബ്ദുൽ മജീദ് മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നജീബ് തിരൂർ, ജുബൈർ കള്ളൻ, സ്വതക്കത്ത് താനൂർ, ഉസ്മാൻ തിരൂരങ്ങാടി, മജീദ് വള്ളിക്കുന്ന്, അഷ്റഫ് പുത്തനത്താണി എന്നിവർ നേതൃത്വം നൽകി. താഴെപ്പാലത്തു നിന്ന് തുടങ്ങിയ പ്രകടനം തിരൂർ നഗരം ചുറ്റി തിരൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തിരൂർ മണ്ഡലം പ്രസിഡന്റ് PP ഇബ്രാഹിംകുട്ടി സ്വാഗതവും തിരൂർ മുനിസിപ്പൽ സെക്രട്ടറി നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്.